മിക്സി സൗണ്ട് നോക്കി. നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി പൊട്ടിക്കൽ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടല്ലോ. അപ്പം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മിക്കവാറും സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മിക്കവാറും എന്നല്ല, നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. അടുത്തടുത്ത് നമ്മുടെ അടുത്തൊക്കെ കേരള സ്റ്റോറും ശ്രീലങ്കൻ കടകളിലും ഒക്കെ നമുക്ക് നാട്ടിൽ കിട്ടുന്നതൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും നാട്ടിൽ നിന്ന് വരുമ്പം അവിടുത്തെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ, അധികമൊന്നുമില്ല, കുറച്ച് സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റലാണ് ഇന്നത്തെ പരിപാടി. ഇന്നലെ ഞങ്ങൾ ഇവിടെ എത്തി, വൈകിട്ട് ഇവിടെ എത്തി. പിന്നെ ഭയങ്കര ടയർഡായതുകൊണ്ട് പെട്ടിയൊക്കെ അങ്ങനെ തന്നെ വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. ഏട്ടാ വരൂ, സഹായിക്കൂ. ആദ്യം തന്നെ ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു എന്താ സാധനം, ഗീയാണോ? ആദ്യം തന്നെ പൊട്ടിച്ച 2 ഗീയാണോ? ഗീയാണ്. 2 നെയ്യ്, 4 ഉണ്ട്. 4 എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 4 നെയ്യ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നെയ്യ് കിട്ടും, പക്ഷെ നാട്ടിലത്തെ ആ ഒരു നല്ല നെയ്യില്ലേ അതില്ല. ഇവിടെ നോർത്ത് ഇന്ത്യൻ ബ്രാൻഡിൻ്റെ കുറേ നെയ്യുണ്ട്. അതുപോലെ മിൽമ കിട്ടും. മിൽമയ്ക്ക് ഭയങ്കര വിലയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു 4 ബോട്ടിൽ നെയ്യ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതവിടെ മാറ്റി വെച്ചു. പിന്നെ അതൊരു ചെറിയൊരു, ഏറ്റവും ചെറിയ, എനിക്ക് 3 ലിറ്ററിൻ്റെ ആണോ, 3 ലിറ്ററിൻ്റെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇത് ഇവിടെ അടപ്പ് ഇവിടെ എവിടെയോ ഉണ്ട്. 3 ലിറ്ററിൽ ഇതാവുന്ന സമയത്ത് നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പം ചെറിയ കുക്കർ മതിയല്ലോ. എൻ്റെ കയ്യിൽ ചെറിയ കുക്കറില്ല. അപ്പം ഞാൻ വെച്ച് പുട്ടൊക്കെ ഉണ്ടാക്കണമാകുമ്പം ചെറിയ കുക്കർ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അല്ലേ വെച്ചിട്ടാണ് ഏറ്റവും ചെറുത്. പിന്നെ ചെറുതായിട്ട് നമുക്ക് മാത്രം കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇത് പെർഫെക്റ്റ് ആണ്. അപ്പം ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് സാധനം എടുത്തുകൊണ്ട് പോയേ? വേണ്ട. പിന്നെ വേറൊരു സാധനം ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു സാധനമായിരുന്നു ഇത്. ഫുഡ് പ്രോസസ്സർ കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് എല്ലാം കട്ട് ചെയ്യാനും പിന്നെ എന്താ പറയുക, നമ്മുടെ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കാനൊക്കെ ആവശ്യമായിട്ടുള്ളൊരു സാധനമാണിത്. ഇത് ഭയങ്കര എളുപ്പമാണ്. ഇത് അമ്മയുടെ അടുത്ത് കണ്ടുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു എനിക്ക് വാങ്ങിക്കണം എന്ന്. അങ്ങനെ കൊണ്ടുവന്നത്. ഇത് വന്നിട്ട് ഇവിടുന്ന് വന്നിട്ട് ഇവിടുത്തെ വോൾട്ട് എന്ന് പറഞ്ഞാൽ 120 വോൾട്ടാണ്. അപ്പം നാട്ടിൽ നിന്ന് ഞാൻ മിക്സിയൊക്കെ നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇവിടുത്തെ വോൾട്ടേജിന് കണക്കായിട്ടുള്ളത് വാങ്ങിക്കണമല്ലോ. അപ്പം അങ്ങനെ ഇത് നോക്കിയപ്പോഴത്തേക്കും ഇത് ഫുള്ളായിട്ട്, ഇതിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങളില്ലേ, അത് ഫുള്ളായിട്ട് വരുന്നില്ലായിരുന്നു. അപ്പം എനിക്ക് ഓൾറെഡി ഒരു പ്രീതിയുടെ മിക്സി ഉണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞു അതിന് പറ്റുന്നതായിട്ടുള്ള ജാറ് മാത്രം വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. പ്രീതിയുടെ മിക്സിക്ക് പറ്റുന്ന ജാറ് മാത്രം മതി ഇത്. അപ്പം അങ്ങനെ വാങ്ങിച്ചു വെച്ചാണ്. എനിക്ക് തോന്നുന്നു ഇതിനൊരു 2500 എന്തോ ആയിരുന്നു ഈ ജാറിന് മാത്രം. ഇതിൽ ഓരോന്നിനും ഓരോ ടൈപ്പ് അരയ്ക്കാനും കട്ട് ചെയ്യാനൊക്കെയുള്ള ബ്ലേഡും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അങ്ങനെ ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്താ, ഇത് പിന്നെ ഓഫ്കോഴ്സ് നമ്മുടെ നാട്ടിലെ ചിപ്സാണ്. ബനാന ചിപ്സൊക്കെ 2 പാക്കറ്റ് ബനാന ചിപ്സ് ഉണ്ട്. ഓക്കെ. പിന്നെ ഇതും നമ്മളെന്തോ ഇവിടെ നമ്മുടെ ഓഫീസിലും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഹൽവ, അങ്ങനത്തെ ബേക്കറി സാധനങ്ങളാണ്. ഹൽവയാണോ? ഹൽവ മാത്രം. ഇതെന്താണ് സാധനം കൂടി ഇരിക്കുന്നത്? എന്തൊക്കെയാണ് മേടിച്ചതെന്നൊരു ഓർമ്മയില്ല. ഹൽവ 2 ഹൽവ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കോക്കനട്ടിൻ്റെ ഫ്ലേവർ ഹൽവയും പിന്നെ വേറെ എന്തോ ഒരു മിക്സഡ് ഫ്രൂട്ടോ അങ്ങനത്തെ എന്തോ ഹൽവ മേടിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ഈ സാധനം ഇത് അമ്മ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല സാധനം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കംപ്ലീറ്റ് ബ്രാസ് ആണ് കേട്ടോ. അമ്മ പറഞ്ഞു ഈ നമ്മുടെ എന്താ പറയാ വെള്ളയപ്പൊക്കെ ഇല്ലേ, വെള്ളയപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ആക്ച്വലി അവിടെ വന്നിട്ട് ഈ ഷോപ്പിൽ വന്നിട്ട് വെള്ളയപ്പത്തിന് മാത്രമായിട്ട്, നമ്മുടെ അപ്പം ഇല്ലേ, അപ്പത്തിന് മാത്രമായിട്ടുള്ള ഒരു പാൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അത് വാങ്ങിക്കാണ്ട് ഇത് വാങ്ങിച്ചു. ഇതാവുന്ന സമയത്ത് ഒരു ചീനിച്ചട്ടി പോലെയാണ്. ഇതിൽ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടുള്ള തോരനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പാത്രമാണ്. ഇത് നല്ല ഹെൽത്തി ആണെന്നൊക്കെയാണ് അമ്മ പറയണത്. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. പക്ഷെ ഭയങ്കര വെയിറ്റ് ഉണ്ട് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു മൾട്ടിപർപ്പസ് ആയതുകൊണ്ട് ഇത് അപ്പത്തിനും എടുക്കാം നമുക്ക്, അതുപോലെ തന്നെ എന്താ പറയുക
കുഞ്ഞ് തോരനോ അങ്ങനത്തെ സാധനങ്ങൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് എടുക്കാന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. ഇത് വെയിറ്റ് ഉണ്ട്, ഒരു 2.5-3 കിലോ അടുപ്പിച്ച് വരും. പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിതെടുത്ത് വെച്ചത്. പിന്നെ അടുത്തത് ഇത് നമ്മുടെ അല്ല, സോറി ഇത് നമ്മുടെ അല്ല, ഇത് നമുക്ക് വേറെ ആൾക്ക് കൊടുക്കാനുള്ള, ഇത് ഫ്രണ്ടിന് കൊടുക്കാനുള്ളതാ. അടുത്തത് മുളക് പൊടിയൊക്കെ ഇവിടെ കിട്ടണം. പക്ഷെ നാട്ടില് മില്ലില് പൊടിപ്പിച്ച മുളക് പൊടിയാണ്, അപ്പം അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. പിന്നെ അടുത്തത് ഇത് നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കുന്ന സാധനമാണ്. ഇതാണ്. ഈ പെട്ടിയിലെ സാധനം ഏകദേശം കഴിഞ്ഞു. അത് നമ്മുടെ ഹാൻഡ് ബാഗിലാണ്. ഈ പെട്ടിയിൽ പിന്നെ ഇതുണ്ട്. ഇത് ഒരു ഫ്രെയിമാണ്. ഞാൻ ഗുരുവായൂർ അല്ല, ഫ്രെയിമല്ല, ഇത് വന്നിട്ട് നമ്മുടെ ബുക്ക് സ്റ്റാൻഡാണ്. മറ്റേ നമ്മുടെ രാമായണം, ഇത് ഭഗവത്ഗീത ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. ഞാൻ ആക്ച്വലി ഗുരുവായൂരിന്ന് ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഭഗവത്ഗീത വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡാണിത്. ഗുരുവായൂരിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതുണ്ട്. ഇത് പിന്നെ വേറെ ഈ സാധനം എന്ന് പറയുന്നത് ജാവാദു പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഇതും അമ്മ പറഞ്ഞിട്ട് വാങ്ങിച്ചത്. ഇത് ആക്ച്വലി നമ്മുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും വീട്ടിൽ നല്ല മണം, ഈ എന്താ പറയാ, നമ്മൾ ടെമ്പിളിലൊക്കെ കയറുന്ന പോലത്തെ ഒരു മണം. അപ്പൊ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞേ ഈ ഒരു ജാവാദ് പൗഡർ എന്നാണ് ഇതിന്റെ പേര്. ഇത് വന്നിട്ട് ഒരു ചെറിയൊരു പാത്രത്തിൽ വെള്ളത്തിൽ ഒരു പിഞ്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര മണമായിരിക്കും, വീട്ടിൽ റൂമിന് മുഴുവൻ നല്ല മണമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് ഒരു ഫോട്ടോ ഫ്രെയിം പോലത്തെ ഒരു സാധനം അതിനെയാണെന്ന് തോന്നുന്നു. ഞാൻ ഗുരുവായൂരിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഒത്തിയിട്ടൊന്നുമില്ല. ഇത് ഭയങ്കര കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അപ്പോൾ വാങ്ങിക്കാൻ വെച്ച് വാങ്ങിച്ചു. ഒരു ഓടക്കുഴലും മറ്റേ പീലിയൊക്കെ ആയിട്ടുള്ള ഒരു സാധനം. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അങ്ങനെ കൊണ്ടുവന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഗുരുവായൂരിന്ന് ഭഗവത്ഗീത വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുണ്ട്. പിന്നെ കുറച്ച് എവരിഡേയുടെ പാൽപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് വീട്ടില് അമ്മ ഇതാക്കിയതാണ്. നമ്മുടെ തേങ്ങ ശർക്കര ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇലയുടെ ഉള്ളിലും മറ്റെന്താ കുഴക്കട്ടയുടെ അകത്തൊക്കെ വെക്കുന്ന ഒരു സാധനമില്ലേ, ഫില്ല് ചെയ്യണ സാധനം. നമുക്ക് വേണമെങ്കിൽ അവിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാം. അങ്ങനെ അമ്മ അത് വറുത്ത് ആക്കി തന്നെയാണ്. അപ്പോൾ അത് ഇങ്ങനെ കുറച്ച് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളവിടെ വീട്ടിലൊക്കെ പണ്ടെന്നാണ് പറയുക ഇതിന്. എല്ലാവരുടെയും എന്താ പറയാന്ന് അറിയില്ല. ഇത് ആ സാധനമാണ്, തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള സാധനമാണ്. ഇത് മിക്കവാറും എപ്പോഴും വരുമ്പോൾ നമ്മൾ ഇങ്ങനെ അമ്മ ആക്കി തരും. ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഇരിക്കും. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണത്. പിന്നെ ഇനി നമുക്ക് അടുത്ത പെട്ടി. ഞങ്ങൾ ടോട്ടൽ ഒരു 4 പെട്ടിയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ. അടുത്ത പെട്ടിയിൽ നമുക്ക് ഇത് കാശ്മീരി മുളക് പൊടി, അത് മറ്റേക്ക്. ഇതും നമ്മൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് പൊടിച്ചിട്ടുള്ള സാധനമാണ്. ഈ മുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടിയൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവരാറുണ്ട്. എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണക്കിയിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചിട്ട് അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് എടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എല്ലാം കിട്ടണതാണ്. ഇത് കൊണ്ടുവരുന്നത് നല്ല ഫ്രഷ്ലി പൊടിച്ചെടുക്കുന്ന സാധനം ആയതുകൊണ്ട് എടുക്കണം. ഇത് പേര് എഴുതിയിട്ടില്ല. ഇതൊക്കെ പൊതിഞ്ഞ് അതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ അച്ഛന് കൊടുക്കണം കേട്ടോ. അടിപൊളിയായിട്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല അച്ഛൻ പൊതിയണം, അത്രയും നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ചിലതിനൊക്കെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ, ചിലതിന് പേരെല്ലാം വിട്ടു വരുന്നു. ഇത് മറ്റേ വറുത്ത തേങ്ങയില്ലേ,
ഇതും നമ്മൾ ഫ്രഷ്ലി വറുത്ത് ഇതാക്കിയിട്ട് എടുത്ത തേങ്ങയാണ്. ഇതൊക്കെ ഞങ്ങൾ നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും കേട്ടോ. അപ്പം കുറേ നാളത്തേക്ക് അത് ഇരിക്കും. ഇത് എഗെയിൻ ഇത് സാമ്പാർ പൊടി. ഇത് സാമ്പാർ പൊടി. പിന്നെയും പാൽപ്പൊടി. ഓക്കെ, ഇത് ഇതാണ് സ്വീറ്റ്. എനിക്ക് തോന്നുന്നു പേട അങ്ങനത്തെ എന്തോ സാധനമാണ്. ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് എടുത്തതാണ്. ഇത് കുറച്ച് കാലം വാങ്ങിച്ച ഇങ്ങനെ വിഷു കണിക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള പോലത്തെ ഒരു 3 താലം വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത് അരിഷ്ടമാണ്. അരിഷ്ടം വെറുതെ ഒരു ഇടയ്ക്കൊന്ന് ബോഡി ഒന്ന് ക്ലൻസ് ചെയ്യാനൊക്കെ പറ്റുന്ന പോലത്തെ അരിഷ്ടം 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അരിഷ്ടം ഫ്രിഡ്ജ് ഒന്നും വെക്കണ്ട. പിന്നെ ഇതെന്താണ്? ഇത് ഗരം മസാല. ഇത് ഏട്ടൻ്റെ അമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ. മറ്റേ അവർ ഉഴുന്നുപൊടി എന്നൊക്കെയാണ് പറയുക. നമ്മൾ വന്നിട്ട് ഇതില്ലേ എന്താണ്, ഇഡ്ഡലി ദോശ അതിൻ്റെ കൂടെയൊക്കെ സൈഡിൽ ഈ ഉഴുന്നുപൊടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നാട്ടിലുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ആക്ച്വലി കണ്ണൂർ ഭാഗത്ത് ഇത് അധികം ഇല്ല. ഈ എനിക്ക് തോന്നുന്നു കുറച്ച് തമിഴ്നാട് സൈഡിൽ, ഇവർ ട്രിവാൻഡ്രം തമിഴ്നാട് സൈഡാണല്ലോ, ആ സൈഡിലോട്ടാണ് ആക്ച്വലി ഈ സംഭവം ഉള്ളത്. ഉഴുന്നുപൊടി പറയും, ഇഡ്ഡലിപ്പൊടി. അത് നല്ല ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പച്ച വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇഡ്ഡലി മുക്കി കഴിക്കുക. ഇതൊരു ബോട്ടിൽ ആക്ച്വലി ചൊച്ചിക്ക് വന്നിട്ട് ഒരു സ്കൂളിൽ കൊണ്ടുപോകുന്ന തെർമൽ ലഞ്ച് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയൊരു ബോട്ടിലാണ്. ഇത് നേരത്തെ കാണിച്ച കുക്കറിൻ്റെ അടപ്പ്. അടുത്ത ബോക്സ് ഇതിനകത്ത് കംപ്ലീറ്റ് അച്ചാറൊക്കെയാണ്. അതെ, അച്ചാർ അമ്മ ഉണ്ടാക്കിയ അച്ചാറാണ്. അമ്മയും ട്രിവാൻഡ്രത്ത് അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അച്ചാറാണ്. മാംഗോ അച്ചാർ, പിന്നെ ലെമണിൻ്റെ അച്ചാർ, ചാമ്പക്കയുടെ അച്ചാർ. വീട്ടിൽ കുറേ അമ്മയ്ക്ക് കൃഷിയുണ്ട്. അപ്പോൾ ചാമ്പക്ക അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് വീട്ടിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇത് ചാമ്പക്ക, വീട്ടിലുണ്ടായ ചാമ്പക്കയുടെ അച്ചാറാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കിയ അച്ചാറാണ്. ഇത് മാംഗോയുടെ അച്ചാർ. പിന്നെ 2 ബോട്ടിൽ ബ്രഹ്മി മേടിച്ചിട്ടുണ്ട് വെറുതെ സ്വസ്തിക്കൊക്കെ കൊടുക്കാൻ വെച്ചിട്ട്. പിന്നെ ഗുരുവായൂരിൽ വാങ്ങിച്ച ഇതാണ് മറ്റേ പീലിയില്ലേ, മയിൽപ്പീലി. ഒരു 4 മയിൽപ്പീലി വാങ്ങിച്ചിട്ടുണ്ട് വെറുതെ ഇവിടെ ഇങ്ങനെ സൈഡിൽ വെക്കാൻ വെച്ചിട്ട്. ഇത് കുന്തിരിക്കം സാമ്പ്രാണി. കുന്തിരിക്കം 2-3 കുന്തിരിക്കം വാങ്ങിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് പുകയ്ക്ക് ആലോചിച്ചിട്ട് എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ മണമൊക്കെ. ഈ കുന്തിരിക്കത്തിൻ്റെ മണം, സാമ്പ്രാണിയുടെ മണമൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പം അതുകൊണ്ട് വീട്ടിൽ പുകയ്ക്ക് അയച്ചിട്ട് വാങ്ങിക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് പെട്ടി. ഇതും കൂടെ കഴിഞ്ഞാൽ ഈ പ്രൊഫസറൊക്കെ തീർന്നു. ഇത് മല്ലിപ്പൊടി. സെയിം ഇതുപോലെ തന്നെ നാട്ടിൽ പൊടിച്ച മല്ലിപ്പൊടിയാണ്. പിന്നെ ഇത് നമ്മൾ പറശ്ശിനി കടവിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഒരു ബുദ്ധ ഇങ്ങനെ ഇളകും. എന്തോ നല്ല രസമില്ലേ? നല്ല രസമുണ്ട്. ഇത് കണ്ടിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതുകൊണ്ടിട്ട് വാങ്ങിച്ചു. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്. ചെറിയ വില എന്തോ ഉള്ളൂ, 300 രൂപ എന്തോ ഉള്ളൂ. നല്ല രസമുണ്ട്. ഇതാണ് കേട്ടോ, മറ്റേ സോളാറാണ്, ബാറ്ററി അല്ല, സോളാറാണ് അത്. പിന്നെ 2 മറ്റേ ചിരട്ട പുട്ടിന് വേണ്ടിയിട്ടുള്ള 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് തുറന്നു പോയായിരുന്നു കേട്ടോ. ഞാൻ മറ്റേ പപ്പടമൊക്കെ കാച്ചി കഴിഞ്ഞാൽ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കണ്ടെയ്നർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് പപ്പടം, ഗുരുവായൂർ പപ്പടവും പിന്നെ കൊണ്ടാട്ടം, മറ്റേ പാവയ്ക്ക കൊണ്ടാട്ടം, മുളക് കൊണ്ടാട്ടം, അങ്ങനെ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ള. നേരെ ഇട്ടേക്കാം. ഇത് വന്നിട്ട്
നമ്മളെ ചന്ദനത്തിരി ഇല്ലേ, ചന്ദനത്തിരി ഇവിടെ ചന്ദനത്തിരി കത്തിച്ചു കഴിഞ്ഞാൽ ഫുൾ താഴെ പോയി ഫുൾ പൊടിയാവില്ലേ താഴെ. അപ്പം ഇതും ഞാൻ ഗുരുവായൂരിന് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഇതാകുമ്പോൾ ഇതിനകത്ത് ചന്ദനത്തിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധനം, ഇതിനകത്ത് ഇങ്ങനെ ചന്ദനത്തിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ ചന്ദനത്തിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പൊടിയൊക്കെ അതിനകത്ത് തന്നെ ഇരിക്കുമല്ലോ, അപ്പം വൃത്തികേടാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാൽ വാങ്ങിച്ച. പിന്നെ ഇത് മറ്റേ ഇതില്ലേ ദേവിയുടെ ഉടയാട പറഞ്ഞ സാധനം, മറ്റേ വിഷുക്കണിക്കൊക്കെ വെക്കാൻ പറ്റുന്ന, ഇതും ഞാൻ ഗുരുവായൂരിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം. ഇത് ഞാൻ എപ്പോഴും ഇപ്പം കണി വെക്കുന്ന സമയത്ത് ഞാൻ തന്നെ ഒരു മുണ്ടെടുത്തിട്ട് ഉണ്ടാക്കുമായിരുന്നു ചെയ്യാറ്. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കണതാണ് ഇത് വാങ്ങിക്കണമെന്ന്, അങ്ങനെ വാങ്ങിച്ചു. അടുത്തത് വലിയൊരു ബിരിയാണി ചെമ്പാണ് കേട്ടോ. ഇതും അമ്മയുടെ അടുത്ത് കണ്ടപ്പോഴത്തേക്ക് കുറേ നാളായിട്ട് അമ്മയുടെ അടുത്ത് കണ്ടപ്പോൾ ചേച്ചി വാങ്ങിച്ചു. ചേച്ചിയുടെ അടുത്ത് അവർ രണ്ടുപേരടുത്തും കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. വലിയ ബിരിയാണി പോട്ടാണ്, ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോട്ടാണ്. നല്ല അടിപൊളി സാധനമാണ്. എത്രയായിരുന്നു? 3500 ഡിസ്കൗണ്ട് ചേർത്ത് 3300 ഡിസ്കൗണ്ട് ചേർത്തിട്ട് 3300 ആയിരുന്നത്. എനിക്ക് 10 ലിറ്റർ ആയിരുന്നല്ലേ, 10 ലിറ്ററിൻ്റെ ഇതാണ്. ഇപ്പം കുറേ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ല പെർഫെക്റ്റ് സൈസും. ഇത് ഒരടപ്പുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ദമ്മ് വയ്ക്കാൻ പറ്റിയ ഒരു അടപ്പും കൂടെ ഇതിനകത്തുണ്ട്. നല്ല പെർഫെക്റ്റ് സൈസാണ് നമുക്ക് വേണ്ടിയിട്ട്. അതിനകത്ത് നമ്മൾ കുറച്ച് സാധനം വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെമ്പരത്തി ആദി വെളിച്ചെണ്ണയാണ്, കോട്ടയ്ക്കലിൻ്റെ. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ കേട്ടോ. നല്ല ഞാൻ ചെറുപ്പത്തിലൊക്കെ അമ്മമ്മ വീട്ടിലുണ്ടാക്കുമായിരുന്നു ഈ സെയിം വെളിച്ചെണ്ണ. അവിടെ പറമ്പിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് പറമ്പിലുണ്ടായിരുന്നു. എനിക്കൊന്നു തുമ്പ, മറ്റേ മുക്കുറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അമ്മമ്മയുടെ വീട്ടിൻ്റെ ചുറ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് അമ്മമ്മ, എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും, അമ്മമ്മ ഫുൾ കാച്ചി ഉണ്ടാക്കുമായിരുന്നു ഇത്. പിന്നെ അമ്മമ്മ വയസ്സായതിന് ശേഷം ഇപ്പം അമ്മ മരിച്ചുപോയി. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇത് വാങ്ങിക്കാറുണ്ട് സെയിം. ഈ ചെമ്പരത്തിയാണ് ഇതിൻ്റെ മെയിൻ സാധനം കേട്ടോ, ചെമ്പരത്തി. പിന്നെ കുറേ എന്തൊക്കെ ഈ പറഞ്ഞ പോലെ തുമ്പ, മുക്കുറ്റി, അതൊക്കെ പറിക്കണ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അമ്മമ്മ ഉണ്ടാക്കണേ. അപ്പോൾ ആ സെയിം ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനമാണിത്, ചെമ്പരത്തി ആദി വെളിച്ചെണ്ണ. അപ്പോൾ ഇതാണ് നമ്മൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഞങ്ങളൊരു 4 ബോട്ടിൽ എന്തോ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ കാണിച്ച ബ്രഹ്മി, അടുത്ത ബ്രഹ്മിയുടെ ബോട്ടിൽ. പിന്നെ ഇത് എന്താണ്, ഇതും അത് തന്നെ, ചെമ്പരത്തി ആദി വെളിച്ചെണ്ണ 4 ബോട്ടിൽ. ഇത് എന്തത്, മാങ്ങ അച്ചാർ. ഇത് കടുമാങ്ങ അച്ചാർ, 2 അച്ചാറാണ്. ഇത് കടുമാങ്ങ എനിക്ക് തോന്നുന്നു ഒരെണ്ണം ട്രിവാൻഡ്രത്ത് നിന്ന് ഉണ്ടാക്കിയതും ഒരെണ്ണം കണ്ണൂരിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇത് കുറേ നമ്മൾ ചന്ദനത്തിരി വാങ്ങിച്ചു വെച്ചതാണ്, കുറേ എണ്ണം ഉണ്ട്. ഇത് 2 വർഷത്തേക്കുള്ള ചന്ദനത്തിരി ഉണ്ട്. ഇത് ദോശക്കല്ല്, നല്ല ദോശക്കല്ലാണ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഓർമ്മയുണ്ട് കേട്ടോ, ഇതിൻ്റെ വില എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നല്ല നോട്ടയുടെ വലിയ നല്ല 1340 എന്നെന്തോ എഴുതിയേക്കണത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, കുറച്ച് ഡിസ്കൗണ്ടിൽ എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നല്ല ദോശക്കല്ലാണ്, വലിയ നോട്ടയുടെ. ഏകദേശം തീർന്നെന്ന് തോന്നുന്നു. ഇത് നമുക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. നമ്മളെ മറ്റേ കവടിയാർ കൊട്ടാരയില്ലേ, അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. ഇത് മൊബൈൽ എന്താണ്, ടെമ്പിൾ എന്നോ അങ്ങനെ എന്താണ് പറയാത് കണ്ടോ, നമ്മുടെ പത്മനാഭ സ്വാമിയുടെ പിക്ചറും അതിൻ്റെ ഒരു പാദമായിട്ട് സങ്കല്പിക്കുന്ന ഒരു ഇതും വെച്ചിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ജപിക്കാൻ വേണ്ടിയിട്ട് അവർ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് കൊട്ടാരത്തിലുള്ള ആൾക്കാർക്ക് ഗസ്റ്റിന് ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനമാണ്, അല്ലാണ്ട് വെളിയിൽ ഇത് വിൽക്കാൻ കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ നമുക്കവർ ഗിഫ്റ്റായിട്ട് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാനൊരു ശിവലിംഗം വാങ്ങിച്ചതാണ്. ഇതെനിക്ക് ഇതെവിടെ നിന്നാണ് വാങ്ങിച്ചത്? എനിക്ക് ഞങ്ങൾ ചെങ്കൽ ശിവക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് വാങ്ങിച്ചൊരു ശിവലിംഗമാണ്, ഒരു ചെറിയൊരു ശിവലിംഗം.
ഒരു ചെറിയൊരു എനിക്ക് തോന്നുന്നു ഇതിനൊരു 180 റുപ്പീസ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ശിവലിംഗം കുറേ നാളായിട്ട് ഞാൻ മേടിക്കണം ഒരു ശിവലിംഗം വാങ്ങിക്കണം. അങ്ങനെ വാങ്ങിച്ചത്. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. കുറച്ചുകൂടെ സാധനം കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളെടുത്ത ടിക്കറ്റ് അതിൽ കുറച്ച് ലിമിറ്റഡ് ലഗേജസ് മാത്രമേ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം തന്നെ എക്സ്ട്രാ ഒരു ലഗേജിന് അങ്ങോട്ട് കാശ് കൊടുത്തിട്ടാണ് ഞങ്ങളെടുത്തത്. 3 ലഗേജായിരുന്നു പെർമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടിക്കറ്റിൽ. അപ്പോൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ടാണ് ഒരു അഡീഷണൽ ലഗേജും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ചുകൂടെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പുട്ടുപൊടിയൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ടുപൊടി, മറ്റേ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ അവർ വറുത്ത് എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വെയിറ്റിൻ്റെ കുറച്ചുള്ള പ്രശ്നങ്ങൾ കാരണം എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി നെക്സ്റ്റ് ടൈം ഒരിക്കലും ഞങ്ങൾ ഒരു ലഗേജുള്ളത് എടുക്കില്ല. ഞാൻ വിചാരിച്ചു ഇത് മതിയാവുമെന്ന് വിചാരിച്ചിട്ട് എടുത്തതായിരുന്നു. പക്ഷേ ഇനി അബദ്ധം പറ്റില്ല. ഇനി എത്ര ആയിക്കഴിഞ്ഞാലും ഇനി 2 ലഗേജ് വേണം നാട്ടിൽ നിന്ന് വരുമ്പം. കാരണം നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മൾ പോകുമ്പോഴും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനമായിട്ട് കാണുമ്പോൾ നമ്മൾ മേടിച്ചു പോകും. അപ്പം ഇത്ര എല്ലാത്തിനും കൂടി ഇത്ര വെയിറ്റ് ആവും നമ്മൾ വിചാരിച്ചിട്ടില്ല. ടിക്കറ്റ് എടുക്കുക വിചാരിച്ചു ഇത്ര മതിയാവും, വേറെ നമുക്ക് അധികം സാധനങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്തത്. പക്ഷേ ഇനി ആ ഒരു അബദ്ധം പറ്റില്ല. അടുത്ത പ്രാവശ്യം തൊട്ടിട്ട് എന്തായാലും നമ്മൾ നാട്ടിൽ പോയിട്ട് വരുമ്പം അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായിട്ടും ഈ ഇതുപോലത്തെ കുറേ സ്പൈസസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് എന്തായാലും കൊണ്ടുവരും. അപ്പം ഒരാൾക്ക് 2 പെട്ടി വെച്ചിട്ട് എന്തായാലും ആവശ്യമാണെന്ന് ഇപ്പം മനസ്സിലായി. അപ്പം ഇപ്പം നമ്മൾ ഈ പ്രാവശ്യം ഇത്രയും സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ജസ്റ്റ് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പം ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.